പുള്ളിമാൻ കണ്ണിലെ കണ്ണരായി മാറിയോ ഉള്ളിലെ പൊൻകണി കൺമണി മാത്രമായി മിണ്ടിപ്പറഞ്ഞും കൊണ്ടേ പാറിപ്പോകുന്നേ ആകാശത്തെങ്ങോ ചെല്ല കൂടും കൂട്ടുന്നേ അപ്പോൾ തന്നെ എല്ലാം ചൊല്ലിത്തീരുന്നേ ഓരോരോ ശീലക്കേടും കാലം പറയുന്നേ. ബോണിയുടെ ഒരു കാര്യം പറയാന്. അപ്പൊ കാശിലുള്ള കാര്യമായിരിക്കല്ലോ. അതൊന്നും അല്ലപ്പാ, സന്തോഷമുള്ള കാര്യ. സന്തോഷിപ്പിക്കാൻ കേക്കാവോ? തൊമ്മൻ നിർബന്ധിച്ചിട്ടേ ബോണി ഒരു പെങ്കൊച്ചിനെ പോയി കണ്ടായിരുന്നു. നല്ല സുന്ദരി കൊച്ച. അവനങ്ങ് ഇഷ്ടപ്പെട്ടു. സ്റ്റെഫീന്നാ പേര്. നല്ല സുന്ദരി കൊച്ച്. ഇടിയാവും പോയി കണ്ടോ? അവൻ ഇഷ്ടപ്പെട്ടോ? കണ്ട എന്റെ സിബിഎച്ചിന്റെ ഉപദേശത്തിന്റെ ഗുണവാ. നിങ്ങൾ ആക്ച്വലി അതിലേക്ക് കൂടുതൽ ഇന്നാവാൻ വരട്ടെ. അതെ, അവർക്കൊരു ചെറിയ ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡോ? എന്താ കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണോ? അതൊന്നുമല്ല, ചെറുക്കനെ അങ്ങോട്ട് കൊടുക്കണം. അത് തന്നെ നമുക്ക് ആലോചിച്ചാലോ. ഞാൻ പ്രസിഡന്റ് ഗുളി കഴിച്ചതിന്റെ ഭാഗ്യം. ആനന്ദാരിക്കല്ലേ അച്ചുവീട്ടിൽ പോയി നിൽക്കാൻ പോകുന്നത്. എന്നാലും നീ ഒന്ന് രണ്ട് പെമ്പിള്ളാരെ കൂടെ പോയി കാണ്. എന്റെ ചെറുക്കനാണ് പെണ്ണ് കിട്ടാൻ പാട്. ഈ അമ്മ പാസ് ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടാൻ നല്ല പാടാ. നീ തീർന്നടാ. നീ ഫീൽഡ് ഔട്ട് ആവണം. എത്രയും പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആവും. നോക്കിക്കോ. കെട്ടാനോ കൂട്ടാനോ ആരും വന്നെത്താതെ കൂട്ടിൽ തനിച്ചായ നേരത്താരോ ഒട്ടും നിനയ്ക്കാതെ മുന്നും പിന്നും നോക്കാതെ പറ്റിക്കൂടാൻ പോന്നില്ലയോ. അതെ, അവന്റെ സ്വഭാവത്തിന് ഇനിയൊരു പെണ്ണ് കാണാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കണ്ടേ? ഇതാണ് എന്റെ സാമ്രാജ്യം. ബോണീസ് പെറ്റ് വേൾഡ്. പിന്നെയും പിന്നെയും ഞാൻ സ്റ്റെഫിയുടെ ഫാദറാണ്. ഇതിനോടുകൂടിയുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് മതിയായ രേഖകളോടുകൂടി തിരിച്ചയക്കാൻ താല്പര്യപ്പെടുന്നു. യുവർസ് ഫെയ്ത്ത്ഫുള്ളി സാമുവൽ ജോസ്. അതെ, ഇത് ആക്ച്വലി എൻ്റെ പപ്പ തന്നെ അയച്ചതാ. പിന്നെ പപ്പയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അതിരാവിലെ 5 മണിയുടെ അലാമിനെ തോപ്പിച്ചുകൊണ്ടാണ് പപ്പ എണീക്കുന്നത് തന്നെ. പിന്നെ പതിവ് തെറ്റാതെയുള്ള വ്യായാമം. പഴയ കണക്ക് മാഷായതുകൊണ്ട് തന്നെ അളവിന്റെ കാര്യത്തിലൊക്കെ കണിശക്കാരൻ. നല്ല അസലായിട്ട് ഗസല് പാടും കേട്ടോ. എന്റെ പപ്പ ആകെ ഉള്ളു തുറന്ന് ചിരിച്ചു കാണുന്നതേ ഒരേ ഒരു സിനിമ കാണുമ്പോഴാണ്. ഉള്ളിലെ പൊൻകണി കണ്ണ